നിങ്ങളെ ഈ വചനം എഴുതി അത് പഠിച്ച് അത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളെല്ലാവരും കടന്ന് വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലാവസ്ഥയുടെ വളരെ പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളെല്ലാം മഴയാണ് എന്നാണ് പ്രവചിച്ചിരുന്നത്. അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഈ സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ വന്നെത്തിയതിൽ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയൊരു പ്രചോദനവും ആവേശവുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ വേദിയിൽ പരിശുദ്ധ അമ്മ ഈശോയെ ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഒരു ഐക്കണുണ്ട്. നിങ്ങളുടെ ഡയറക്ടർ അച്ഛൻ ഐക്കണൊക്കെ വരയ്ക്കാൻ വളരെ മിടുക്കനാണ്. അച്ഛൻ നമ്മുടെ രൂപത പുതുതായിട്ട് തുടങ്ങുന്ന ഐക്കൺ വരയ്ക്കുന്ന, അതുപോലെ തന്നെ ഐക്കൺ കണ്ട് പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ഇവിടെ അമ്മയുടെ ഉദരത്തിലാണ് ഈശോ ഇരിക്കുന്നത്. നമ്മളധികം ഐക്കണൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകളായതുകൊണ്ട് പരിശുദ്ധ അമ്മ വളരെ ഗൗരവത്തിലിരിക്കുന്നതാണ് നമുക്ക് തോന്നും. അങ്ങനെയല്ല, പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കാരിക്കുട്ടച്ചാ ഇരിക്കുന്നത്? അച്ഛാ, ഈ ഐക്കണിൻ്റെ അർത്ഥമൊക്കെ അച്ഛൻ അറിയാമല്ലോ അല്ലേ? ആ വചനം ഉദരത്തിൽ സംവഹിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അമ്മമാരെല്ലാം തന്നെ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുള്ള അമ്മമാരാണ്. നിങ്ങൾ കരങ്ങൾ കൊണ്ട് ബൈബിൾ എഴുതി, ഉദരം കൊണ്ട് നിങ്ങൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന് ഈശോയെ പകരുന്ന വ്യക്തികളായിട്ട് ഓരോ ദിനവും വളർന്ന് വരണം. പ്ലാച്ചികലച്ചിൻ്റെ വചന പ്രതിഷ്ഠയിൽ അവസാനത്തെ ബൈബിൾ വാക്യം യാക്കോബ് ശ്ലീഹായുടെ ആയിരുന്നു. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അത് പാലിക്കണമെന്നാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. യാക്കോബ് ശ്ലീഹ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ വചനം കേട്ടാൽ മാത്രം പോരാ, അത് പാലിക്കുന്നവരാകണം. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളെല്ലാം നമ്മളത് കാണുന്നുണ്ട്. ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്ത ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് ഇവർ ഈ സഭയെല്ലാം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ആളുകളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ വചനം കേട്ടാൽ മാത്രം പോരാ, അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഉണ്ടായിരുന്നു പാലിക്കാൻ മടിയുള്ള ആളുകൾ, കേൾക്കാൻ വലിയ താല്പര്യമുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഈ 2000 ആളുകൾ, 2000 ഭവനങ്ങൾ ഈ വചനം പ്രാർത്ഥനാപൂർവം എഴുതി അത് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് പുസ്തകമാക്കി മാറ്റുന്നതിലൂടെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിലേക്ക് ഈ ബൈബിൾ വാക്യം കടന്നു വരികയാണ്. ജീവിതത്തിൻ്റെ ഒരു നിമിഷങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ബൈബിൾ വാക്യം നിങ്ങൾക്ക് സങ്കീർത്തനം 119 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരും. പാദങ്ങളെ നയിക്കുന്ന വിളക്ക് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷനിലൊക്കെ കാണുന്നത്. നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഒരു വിളക്കുണ്ട്. നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഒരു വിളക്കുണ്ട്. അത് തിരുവചനമാണ്. പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന തിരുവചനമാണ്. ആ വചനങ്ങൾ നമുക്ക് വിളക്കാകണം. ഇന്ന് നിങ്ങൾ ബൈബിൾ എഴുതുന്ന ഈ കാര്യങ്ങൾക്ക് ഏറ്റവും അധികം കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് ഈ എഴുതിയ വചനഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ വിളക്കായിട്ട് മാറണം. നിങ്ങൾ എഴുതുന്നതൊക്കെ നിങ്ങളുടെ ഭർത്താവ് കാണുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ട്. ചിലരെ കുടുംബം ഒരുമിച്ചിരുന്ന് ബൈബിൾ എഴുതുന്നുണ്ട്. ഇത് കേരളത്തിൽ നമ്മുടെ രൂപതയിൽ മാത്രമല്ല, ഒരുപാട് രൂപതകളിലുണ്ട്. ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ രൂപതകളിലുണ്ട്. ഇപ്പോൾ കണ്ണഞ്ചിറച്ചൻ എന്നോട് പറഞ്ഞു, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 64,000 കുടുംബങ്ങളിൽ നിന്ന് 40,000 പേര് ഈ വചനം എഴുതുന്ന ഈ
പ്രേക്ഷിത ശുശ്രൂഷയിൽ പങ്കുചേർന്നു. കഴിഞ്ഞ വർഷം അതിൻ്റെ വലിയ ആഘോഷപൂർവമായ സമ്മേളനവും നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പായ നാലഞ്ചേരി പിതാവ് അവിടെ ചെന്നതൊക്കെ നമ്മൾ ടെലിവിഷൻ വാർത്തയിൽ കണ്ടു കാണും. നമ്മുടെ രൂപതയിൽ 2000 പേരാണ്. അത് ഓരോ വർഷവും നമ്മുടെ രൂപത നമുക്കറിയാം, ചങ്ങനാശ്ശേരി പോലെയൊന്നുമല്ല. നമ്മുടെ പാവങ്ങളാണ്, ഒത്തിരി പണിയുണ്ട്. എല്ലാവർക്കും ഇത് എഴുതാൻ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം, അല്ലേ? എഴുതാൻ എല്ലാവർക്കും അറിയാം. 2000 പേരിലേക്ക് എത്തി. അടുത്ത വർഷം അത് ചിലപ്പോൾ 2500 ആയിരിക്കാം, 3000 ആയിരിക്കാം. കുട്ടികളിലേക്ക് എത്തും, യുവജനങ്ങളിലേക്ക് എത്തും, അമ്മമാരിലേക്ക് മാത്രമല്ല. അങ്ങനെ കൂടുതൽ ആളുകൾ ഇത് വചനം വായിച്ച് പ്രാർത്ഥിച്ച് എഴുതുമ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും.